പോലെ ആ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്കാതെ ദക്കർ വൽ ഉൻസ എന്ന് പറഞ്ഞ് പോവുക ചെയ്തത്. അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. അങ്ങനല്ല, ഓരോ ഹദീസ് നിങ്ങൾ ഉദ്ധരിക്ക്, അതിന്റെ മറുപടി ഇവിടുന്ന് 1 by 1 ആയി വായിച്ചു തരും. ഓരോ ഹദീസ് നിങ്ങളിങ്ങനെ ടോട്ടലി. അതാ നിങ്ങളോട് ആദ്യം തന്നെ ഒരു ചോദ്യം ചോദിച്ചു, നേരത്തെ ചോദിച്ചത് ബുഖാരിൽ ഇത്ര മൗദൂ ഉണ്ട് എന്ന് ചോദിക്കാൻ കാര്യം വെറുതെ ചോദിച്ചല്ല. നിങ്ങൾക്ക് പറയാൻ ധൈര്യമില്ല, ദുർബലം എത്ര ഉണ്ട് എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല, നിങ്ങൾ മിണ്ടുന്നില്ല. അപ്പൊ ഇത് ഓരോന്ന് 1 by 1 ആയിട്ട് ഉദ്ധരിക്കും. തുടങ്ങാം. ദുർബലം എത്ര ഉണ്ട് എന്ന് ചോദിച്ചു. 1 ഞാൻ പറഞ്ഞു, എണ്ണല്ല പറയേണ്ടത്, 1 പറഞ്ഞു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഇപ്പോഴും നീറ്റ് നിന്നിട്ട് മുബഹം എന്നുള്ള ഇബ്നു ഹജർ അൽ അസ്ഖലാനി സനദിനെ കുറിച്ച് പറഞ്ഞു, ഹദീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വമ എന്ന് വിട്ടിട്ടാണ് ഓതുന്നത് കേട്ടത് എന്നൊരു സ്വഹാബി പറഞ്ഞെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ വിട്ട് ഓതിയിട്ടുണ്ടോ? ഓതി എന്ന് പറയുന്നുണ്ടോ? ഇതൊക്കെയായിരുന്നു എൻ്റെ ചോദ്യം. ഞാൻ പറയാത്ത വിഷയത്തേക്ക് ചാടിയിട്ട് നിങ്ങൾ കുറേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാത്ത, ഞാൻ ചോദിക്കാത്ത ഏരിയയിൽ കയറിയിട്ട് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ല എത്ര സമയമായത്. നമ്മൾ ചോദിച്ച വിഷയമാണ് പറയുന്നതെങ്കിൽ ഇതിന് ഇത്ര ടൈമില്ലല്ലോ. ഓക്കെ, നിങ്ങൾ കുറേ പറഞ്ഞു, ചോദിച്ചതിന് പറഞ്ഞോന്നില്ല. ബാബ് ഷഖ്സ് എന്നുള്ള ബാബു വിളിക്കുമ്പോൾ ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, നിങ്ങൾ മനസ്സിലാവാനാണേ. ഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഷഖ്സു അയ്യറ മിനല്ലാഹ് എന്ന് പറയുമ്പോൾ ആ ബാബ് തെളിവ് പിടിച്ചതാണോ? ഇബ്നു ബത്വാൽ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാണ്ട്? ഖത്താബി പറഞ്ഞതിന് എന്ത് പറയാണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഒക്കെ വായിച്ചിട്ടാണ് ചോദിച്ചത്. ഒക്കെ വായിച്ചു എന്നിട്ട് ചോദിച്ചു, നിങ്ങളൊന്നും പറഞ്ഞില്ല. ഇനി ഏതാ വായിക്കണ്ടേ? അല്ല, വായിച്ചിട്ടുണ്ട്. ആദ്യമേ വായിച്ചു കൊടുത്തല്ലേ, 2-3 പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ന വഹ്മ് വന്നത് പറഞ്ഞു. ഫഖാലു ഇന്നൽ വഹ്മ ജാഅ മിൻ ഇബ്നു അബ്ബാസ്. മൈമുന ബീവിയുടെ കല്യാണത്തിന്റെ വിഷയത്തിൽ മുഹരിമായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ അത് വായിച്ചു. ഫഖാലു ഇന്നൽ വഹ്മ ജാഅ മിൻ ഇബ്നു അബ്ബാസ്. ഈ വഹ്മ ഇബ്നു അബ്ബാസ് നിന്നുണ്ടായതാണെന്ന് പറഞ്ഞു. ഒന്നും പറഞ്ഞില്ല. എന്താണ് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറയും. ഹുമൈദി പറഞ്ഞ, ഷാബി പറഞ്ഞ പല ഉദ്ധരണിയിലും മുഅവ്വദത്തിന് ഇറക്കി കൊടുത്ത വിഷയമല്ല, ഒന്നിൽ മാത്രം എങ്ങനെ വന്നു? ഇഷാം ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാണെങ്കിൽ എല്ലാ റാവിമാരും ഒരേപോലെയല്ലേ കേൾക്കുക? ഒരേ റാവി ഒരേ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ മത്തിനിൽ എങ്ങനെ വ്യത്യാസം വരുന്നത് എന്ന് ചോദിച്ചു. ഇനി അത് വേണ്ട, നമ്മൾ പറയുന്ന ജസ്സാസ് ഈ വിഷയം പറഞ്ഞു, സിയാദത്തിന്റെ കാര്യം എടുത്ത് പറഞ്ഞു. ജസ്സാസിന് എറിയാം. ഞാൻ ചോദിച്ചു, ജസ്സാസിനെ നിങ്ങൾ എറിഞ്ഞോ? പക്ഷെ ജസ്സാസ് പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും മറുപടി പറയണ്ടേ? അത് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞിട്ട് നിങ്ങൾ പറയൂ, സിയാദത്തില്ല, അസിയാദത്തല്ല, അല്ലെങ്കിൽ അതിങ്ങനെ ജമ്മ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയൂ. ഇതൊന്നും ഇല്ലാതെ ഞാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ധാരാളം പറഞ്ഞിട്ടുണ്ട്, പക്ഷെ വിഷയത്തിലല്ല. പറ്റുമെങ്കിൽ വിഷയത്തിൽ വന്നിട്ട് ആ മുബ്ഹം എന്നുള്ളതിന് എന്തെങ്കിലും പറയും. ഇന്നൽ വഹ്മ ജാഅ മിൻ ഇബ്നു അബ്ബാസ് എന്തെങ്കിലും പറയും. ഷഖ്സ് എന്നുള്ള എങ്ങനെ നമുക്ക് അതിൽ ഇബ്നു ബത്താലാണ് ആ പദപ്രയോഗം, ആ തർക്കീബ് തന്നെ തെറ്റാണ്, മുൻകറാണെന്നാണ്. സുയൂത്തി പറയുമ്പോഴാണ് പറയുന്നത് എന്ത്? ഒരീബ് ജിദ്ദ റഹബിയുടെ ഹദീസിൽ. ഇതിനൊക്കെ എന്തെങ്കിലും പറയൂ. അസ്സലാമു അലൈക്കും. ക്ലിയർ ആക്കി തരാം. ഒരു വിഷയം കൂടെ ക്ലിയർ ആക്കി തരാം. ഇത്രയും ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് നിങ്ങൾ മുഹരിമ് ആണ് ഇനി അടുത്ത വിഷയം. ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ വീണ്ടും പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. മുഹരിമിന്റെ ആ അഭിപ്രായത്തിൽ എന്താ? വഹ്മു ബിൻ അബ്ബാസ്. അത് ശരിയാണ്, ഇബ്നു അബ്ബാസിന്റെ വഹുമാണ്. മനസ്സിലായില്ലേ? അതായത് ഞാൻ ഇനി പറഞ്ഞു തരാം, ഇനി കേട്ടോ. അതിലെന്താ തെറ്റ് നിങ്ങൾ പറയണം. അങ്ങനെ പറയുമ്പോഴുള്ള തെറ്റെന്താ? വഹും ഇബ്നു അബ്ബാസിന്റെ വഹുമാണത്. ഏത്? ഈ മുഹരിമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹാലോചന നടത്തിയത് അല്ലെങ്കിൽ വിവാഹം കഴിച്ചത് എന്ന് പറയുന്നത്. അതെന്താണ്? മുഹരിമാണ്. അത് വഹും ഇബ്നു അബ്ബാസാണ്. അതെന്താ തെറ്റ്? ഇനി നിങ്ങൾ നോക്കൂ, ഇത് കേട്ടോളൂ. അതില് തെറ്റെന്താണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. അങ്ങനെ അഭിപ്രായം വന്നൂടെ? വരൂലേ? ഹദീസിൽ വരൂലേ? ഒരു സഹാബി, ആ സഹാബിയുടെ അഭിപ്രായമായി വരില്ലേ?
ഈ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സലാസുല്ലമി വിമർശന വിധേയമായ ഹദീസുകൾ ബുഖാരിലും മുസ്ലിമിലും ഉദ്ധരിച്ചപ്പോൾ ഒന്നാമത് കൊണ്ടുവന്ന ഹദീസ് എന്താ അറിയോ? ഇതുപോലെ തന്നെ ഒരു ഹദീസാണ്. അന്ന് വെച്ചാൽ ഒരാൾ തന്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധം സ്ഥാപിക്കുകയും ഇന്ദ്രിയസ്ഖലനം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ വിരമിക്കുകയും ചെയ്താൽ അവൻ കുളിക്കേണ്ടതുണ്ടോ എന്ന് സയ്യിദ് ബിൻ ഖാലിദ് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമസ്കാരത്തിന് വുളു എടുക്കുന്ന പോലെ വുളു എടുക്കുകയും ജനേന്ദ്രിയം കഴുകുകയും ചെയ്താൽ മാത്രം മതി. ഞാനിത് നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അലി റളിയല്ലാഹു അൻഹു, സുബൈർ റളിയല്ലാഹു അൻഹു, തൽഹ റളിയല്ലാഹു അൻഹു, ഉബൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അവരും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ കുളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അബൂ അയ്യൂബും ഇത് നബിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. ബുഖാരി ഹദീസ് നമ്പർ 292, മുസ്ലിം 346. ഇതിന്റെ പരമ്പരയിലുള്ള സയ്യിദ് ബിൻ ഖാലിദിന്റെ ഈ ഹദീസ് രോഗം ബാധിച്ചാണ്. അതിന് കാരണം ഈ 5 സഹാബിമാരിൽ നിന്നും ഈ ഹദീസ് പറയുന്നതിന് വിപരീതമായി മദ്ഹബി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നതാണ്. ഇബ്നു ശൈബ അലി ഇബ്നു മദീനയിൽ നിന്ന് ഈ ഹദീസ് ഷാദാണെന്ന് ഉദ്ധരിക്കുന്നു എന്നാണ്. നിങ്ങൾ ഉദ്ധരിച്ചതുപോലെ തന്നെയാണ് ഈ സലാം സുല്ലമി ഉദ്ധരിച്ചിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഉദ്ധരിച്ചില്ലേ, അതുപോലെ തന്നെയാണ് സംഗതി. ഈ റിപ്പോർട്ട് ഉണ്ടോ? ഉണ്ട്. കാരണം ഈ നിയമം മൻസൂഹാണ്, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പൊ സഹാബികളിൽ നിന്ന് ഈ രൂപത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അതുപോലെ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ആ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ധാരണയിൽ അദ്ദേഹം ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ഉണ്ട് എന്നത് സ്വഹീഹാണ്. നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു റിപ്പോർട്ട് ഇബ്നു അബ്ബാസിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് സ്വഹീഹാണ്. ഇനി സ്വഹീഹ് അല്ല എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അങ്ങനെ റിപ്പോർട്ട് ഇബ്നു അബ്ബാസിന് അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു എന്നതിനാണ് ആ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഹദീസ് ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട്. അതിന്റെ ശറഹുണ്ട് ഇബ്നു ഹജർ പറയുന്നത്. അതെന്താണ്? അത് ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിലാണ്. പിന്നീട് അതിനെതിരെ വിധി വന്നു. അതായത് ഇദാ മസ്സൽ ഖിതാനു അൽ ഖിതാന എന്ന വജബൽ ഗുസ്ലു എന്ന് പറയുന്ന ഹദീസ് വന്നപ്പോൾ അത് മൻസൂഹായി. ഈ രണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ഒരു വിഷയം കൂടി ഞാൻ അടുത്ത വിഷയത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിൽ എന്താ തെറ്റ് അത് നിങ്ങൾ പറയും. നിങ്ങൾ വഹമുണ്ട് ആ വഹമ് ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞത് അത് സ്ഥിരപ്പെട്ടു വന്നതാണ്. അങ്ങനെ ഒരു വഹമ് ഇബ്നു അബ്ബാസിന് ഉണ്ട് എന്നത് സ്ഥിരപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ ഒരു വാദമുണ്ട്, അങ്ങനെ ഒരു ഉണ്ടായിരുന്നു എന്നത് വന്നതുപോലെ അതിന് ഇസ്ലാമിക ലോകം മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്തു തന്നു. ഇതിനകത്ത് വഹമ് അങ്ങനെ ഒരു അഭിപ്രായം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അങ്ങനെ സഹാബികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലേ? നിങ്ങൾ പറയും അഭിപ്രായ വ്യത്യാസം ഇല്ല എന്ന് പറയും. അഭിപ്രായ വ്യത്യാസം ഇല്ല, അവരെല്ലാം ഏകോപിത അഭിപ്രായമായിരുന്നു എല്ലാ വിഷയത്തിലും എന്ന് പറയൂ. ഇല്ല, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ധാരണ പിശകുള്ളതുണ്ട്. ധാരണ പിശകില്ലാത്ത ആളുകൾ വ്യക്തമാക്കി കൊടുക്കാറുമുണ്ട്. ഇവിടെ വഹ്മ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ട് എന്ന് പറഞ്ഞത് അത് സ്ഥിരപ്പെട്ടു വന്നതാണ്. അതുകൊണ്ട് ഈ ബുഖാരിയിലെ ഹദീസിന് എന്താ കേട് അത് നിങ്ങൾ പറയേണ്ടതുണ്ട്. അപ്പോ ഒരു വിഷയം കൂടി, ഹലക്കൽ ഉൻസ മുഅവ്വിദത്തൈനി സിഹർ പല്ലി കാന യൻഫുഹു അലാ ഇബ്രാഹിം. അതുപോലെ തന്നെ ഇപ്പോഴെന്താണ് മുഹരിമിന്റെ വിഷയം, ഈ അതുപോലെ പിശാചിന്റെ കുത്ത്, ഇത്രയും വിഷയങ്ങൾ. ഇനി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അടുത്ത പ്രാവശ്യം നിങ്ങൾ വ്യക്തമാക്കേണ്ടത് അതാണ്. ഈ ഇബ്നു അബ്ബാസിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് ബുഖാരി ഉദ്ധരിച്ചാൽ ആ ബുഖാരി ഉദ്ധരിച്ചത് എങ്ങനെയാണ് തള്ളുക? ഇനി അതിനെതിരെ മുസ്ലിം വന്നിട്ടുണ്ടെങ്കിൽ ഇത് ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായ വ്യത്യാസമാണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ഇങ്ങനെ അഭിപ്രായം ഉണ്ടെന്നല്ലാതെ ആ അഭിപ്രായം അത് ശരിയല്ല എന്ന് വരും എന്നല്ലാതെ മറ്റഭിപ്രായം ഉണ്ട് എന്ന് വരും എന്നല്ലാതെ ഈ വന്ന റിപ്പോർട്ട് അഥവാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടല്ലോ, സുബൈർ റളിയല്ലാഹു അൻഹു അഭിപ്രായം ഉണ്ടാകും, അത് വരാറുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ള അഭിപ്രായം അത് വരാറുണ്ട്. ഈ ഒരു അഭിപ്രായം വന്നിരുന്നു. അതുകൊണ്ടാണ് ഓരോ ഹദീസിനെ പറ്റി പറയുമ്പോഴും ഇന്ന സഹാബിക്കിന്റെ അഭിപ്രായം, ഇന്ന സഹാബിക്കിന്റെ അഭിപ്രായം, ഇന്ന സഹാബിക്കിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ആ രൂപത്തിൽ വന്നതാണ്. അത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. ഇനി അങ്ങനൊരു ധാരണയുണ്ട് ഇബ്നു അബ്ബാസ്, അതിലെന്റെ തെറ്റെന്താണ്? അങ്ങനെ അഭിപ്രായ വ്യത്യാസം അദ്ദേഹത്തിന് ഉണ്ടായി എന്ന് വന്നത് എങ്ങനെ തെറ്റായി? അതാണ് നിങ്ങൾ വ്യക്തമാക്കേണ്ടത്. അസ്സലാമു അലൈക്കും. ഇപ്പോൾ ഒരു വിഷയമെങ്കിലും നിങ്ങൾ പറഞ്ഞതാണ്, അത് ഇബ്നു അബ്ബാസിന്റെ വഹ്മാണ് എന്ന് സമ്മതിച്ചു. ഇപ്പം ഞാൻ നിർത്തരുത്. ഒരു വിഷയം അങ്ങനെ അതല്ല, വഹ്മാണ് എന്ന് പറഞ്ഞു എങ്കിൽ ഈ വഹ്മിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഹദീസ് ബുഖാരി എന്തിനു ഉദ്ധരിച്ചു നമ്മൾ ചോദിക്കുന്നില്ല. ബുഖാരി ഇബ്നു അബ്ബാസിന്റെ വഹ്മോട് കൂടിയിട്ട് വന്ന ഈ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമുനെ വിവാഹം കഴിക്കുമ്പോൾ മുഹരിമായിരുന്നു എന്ന ഹദീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് വിശ്വസിക്കുന്നില്ല. അത് ബുഖാരി ഉദ്ധരിച്ച ഇബ്നു അബ്ബാസിന്റെ വഹ്മായിട്ട് വന്നൊരു ഹദീസായിട്ട് അവിടെ നിർത്തുന്നു. മൈമുന ബീവി പറയുന്നത് എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് കാന ഹലാലൻ, ആ ഹദീസ് സ്വീകരിക്കുകയും ചെയ്യുന്നു. മറ്റു നമ്മളവിടെ മൗഖൂഫാക്കുന്നു, അവിടെ നിൽക്കട്ടെ. അത് വഹ്മിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ ഹദീസിന് ശരിയാവുമോ എന്നാ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം അതാണ് ചോദ്യം.
എങ്കിൽ ഹദീസ് ചെയ്യാം. വഹ്മിന്റെ അടിസ്ഥാനത്തിൽ വന്ന് അവിടെ കിടക്കട്ടെ. അത് തന്നെയാണ് ഞാൻ ചോദിച്ചിരുന്ന ചോദ്യം. ഒരേ സനദിൽ വന്ന മത്തിനുകളിൽ ഒന്നിന് മുൻഗണന നൽകാൻ പറ്റുന്ന രൂപത്തിൽ, ഒന്നിനേക്കാൾ ഒന്നിന് മുൻഗണന നൽകാൻ പറ്റാത്ത വിധത്തിൽ സിയാദത്ത് വരുന്ന ഹദീസുകൾ അതെന്ത് ചെയ്യണം? അതായിരുന്നു ചോദ്യം. പിന്നീട് ഉണ്ടായിരുന്ന ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും വമാ ഖലഖ ദക്കറ വൽ ഉൻസ എന്നുള്ളതിന് വമാ ഖലഖ എന്നുള്ള വിട്ട് ഓതിയിട്ടുണ്ടോ? ഖുർആൻ അങ്ങനെ ഓതോ? നബി ഓതിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഓതാലോ, അല്ലെങ്കിൽ ആ പദം പിന്നീട് ഇറക്കി കൊടുത്താണെന്ന് പറയാലോ. ഇങ്ങനെ ഒന്നും ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതി എന്ന് പറയാതെ വന്നത് എന്തുകൊണ്ട്? ഷഖ്സ് എന്ന് പറയുമ്പോൾ ഇബ്നു ബത്വാൽ പറഞ്ഞ തർക്കീബിലുള്ള പ്രശ്നം നിങ്ങൾ ടച്ച് ചെയ്യാത്ത എന്തുകൊണ്ട്? അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളിലേക്ക് വിഷയത്തിലേക്ക് വരും. ഇപ്പോൾ വഹ്മിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ആ ഹദീസ് നമ്മളവിടെ മാറ്റി വെക്കുന്നു, അത് സ്വീകരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാവശ്യം മൈമുന വിവാഹം കഴിച്ച് നിക്കാഹ് കഴിച്ച്, അത് മൈമുന ബീവി പറഞ്ഞതുപോലെ മുസ്ലിം ഉദ്ധരിച്ചതുപോലെ ഹലാലായ സമയത്താണ്, ബുഖാരിയിൽ ഈ കണ്ട ഹദീസ് പോലെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതൊരു വഹ്മാണെന്ന് പറഞ്ഞാൽ മാറ്റി അവിടെ വെച്ചാൽ എന്ത് സംഭവിക്കും? ഹദീസിന് ശരിയാവോ? പറയും. അസ്സലാമു അലൈക്കും. നിങ്ങൾ തീരുമാനിച്ചല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ഇനി അങ്ങനെ പറയും. അതാണ്. അല്ല, നിങ്ങൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, ആയിക്കോട്ടെ. അല്ല, നിങ്ങൾ പറയുന്ന സമയം അതനുസരിച്ച് ഇത് ഞാൻ പറയട്ടെ. ഇത് പറഞ്ഞില്ല ഇപ്പൊ ഇതിപ്പോ ഞാൻ പറയണല്ലോ എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഒരു കാര്യം മൂപ്പർക്ക് മനസ്സിലായി. അല്ല, പറഞ്ഞില്ല, ഞാൻ ചുരുക്കാൻ പറയണ വിഷയം വന്ന അങ്ങനെ പറയും. അതെന്ന് വെച്ചാൽ ഒരു കാര്യം ഇപ്പൊ മൂപ്പർക്ക് മനസ്സിലായിന്ന. അപ്പൊ ഇതിനെ മാറ്റിവെച്ചാൽ എന്താണെന്നാ, ഇതിനെന്തിനാ മാറ്റിവെക്കണത്? ഇതൊരു വഹുമാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസിന് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് മാറ്റിവെക്കണ എന്തിനാ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു. അതേസമയം മൈമൂന റളിയല്ലാഹു ഞാൻ തഹ്ലീലായപ്പോഴാണ്, നബി തഹ്ലീലായിട്ടാണ് വിവാഹം കഴിച്ചത്. ആ ഒരു വിഷയമുണ്ട് എന്നല്ലാതെ അതിൽ എന്തിനത് മാറ്റിവെക്കണം എന്ന് പറയുന്നത്? ഇവിടെയാണ് നിങ്ങളും അഹ്ലുൽ ഹദീസും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളൊരു സംഗതിയെ നിഷേധിക്കാനാണ് ഹദീസിനെ നിരൂപണം ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, അതിനെ ഞാൻ നേരത്തെ പറഞ്ഞത്, മിഅ്റാജ് എന്നൊരു സംഭവം ഇല്ല എന്ന് പറയാനാണ് സലാം സുല്ലമി ബുഖാരിയിലെ ഹദീസിനെ കൊണ്ടുവന്നത്. സിറാത്ത് എന്ന പാലം ഇല്ല എന്ന് പറയാനാണ് പിന്നെ ഹദീസിനെ നിരൂപണം ചെയ്തത് സലാം സുല്ലമി. അഹ്ലുൽ ജർഹി വത്തഅദീൽ അതിനല്ല ചർച്ച ചെയ്യണത്. അഹ്ലുൽ ഹദീസ് ചർച്ച ചെയ്യണമെന്ന് വെച്ചാൽ ഹദീസിന്റെ നിദാനശാസ്ത്രം അനുസരിച്ച് ആ ഹദീസിന്റെ പോരായ്മകളും അതിന്റെ നിലപാടുകളും അത് വ്യക്തമായി പറയും. മനസ്സിലായില്ലേ? അത് ആ സംഗതി നിഷേധിക്കാനല്ല. ബുഖാരി അത് കൊണ്ടുവന്നത് ഇബ്നു അബ്ബാസിന് അങ്ങനെ ഒരു ധാരണയുണ്ടായിരുന്നു എന്ന വിവരം കൊണ്ടുവരാനാണ്. ആ വിവരം കിട്ടി, ആ വിവരം അതിലുണ്ട്. അതേസമയം അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, സ്വഹാബികൾ ഏകാഭിപ്രായക്കാരല്ല. അവർക്കിടയിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഇസ്ലാമിക ലോകം ചർച്ച ചെയ്യാറുണ്ട്. ഒരു മസ്അല എടുത്ത് പരിശോധിക്കുമ്പോൾ ആ മസ്അലയിൽ വളരെ വ്യക്തമായി പറയാറുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ അഭിപ്രായം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ അഭിപ്രായം. അങ്ങനെ അഭിപ്രായം പറയാൻ കഴിയുന്നത് അവരെ സംബന്ധിച്ച ആ റിപ്പോർട്ടുകൾ വന്നതുകൊണ്ടാണ്. അതൊരിക്കലും ഒരു കുറവല്ല. അതിൽ പ്രവാചക ചര്യയോട് ഏറ്റവും യോജിച്ചത്, അല്ലെങ്കിൽ ഖുർആനിക ആയത്തോട് യോജിച്ചത്, അല്ലെങ്കിൽ ജുംഹൂർ, അത് അവർ വ്യക്തമാക്കി കൊടുക്കുകയും അത് മറ്റുള്ളവർ മനസ്സിലാക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. ഏതെങ്കിലും ഒരു സഹാബിക്ക് ഒറ്റപ്പെട്ട അഭിപ്രായം ഉണ്ടെങ്കിൽ ആ അഭിപ്രായം മസ്അലയായി ആരും സ്വീകരിക്കാറില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതായിരുന്നാലും ഇത്രയും പറഞ്ഞതിൽ ഒന്ന് അത് മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ട് എന്ന് സമ്മതിച്ചതിന് നന്ദി, നല്ല മനസ്സിന് നന്ദി. കാരണം എന്ന് വെച്ചാൽ അത് ഇപ്പോഴും മൂപ്പർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ ധാരണയാണ്, അത് മാറ്റിവെക്കേണ്ടതില്ല. അങ്ങനെ ധാരണ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നതാണ്. അങ്ങനെ അഭിപ്രായം അദ്ദേഹത്തിനുണ്ട്. അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് പറയില്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അങ്ങനെ എതിരഭിപ്രായം പറഞ്ഞു. ഇസ്ലാമിക ലോകത്തിൽ അങ്ങനെ മറകളില്ല. വളരെ വ്യക്തമായ തെളിവുകൾ, പ്രബലമായ തെളിവുകൾ, ഓരോരുത്തർ അഭിപ്രായങ്ങൾ, അത് വളരെ വ്യക്തമായി നേരത്തെ മുഅവ്വിദത്തൈനിയുടെ കാര്യത്തിൽ വന്നില്ലേ, അതുപോലെ വരും. അങ്ങനെ വരുമ്പോൾ ആ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ട് ഇമാം ബുഖാരി പോലുള്ളവർ ഉദ്ധരിക്കുകയും ചെയ്താൽ അത് മുസ്ലിം ലോകം മനസ്സിലാക്കുകയും അതിന് എന്തായിരുന്നു അതിന്റെ വിശകലനമെന്ന് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഇതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ വളരെ വ്യക്തമാണ് സംഗതികൾ. ഇനി
ഈ ചർച്ച നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കണം. അതെന്താന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഹദീസുകളെ നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. നമ്മുടെ നിലപാട്, നേരത്തെ പറഞ്ഞില്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാട്, നമ്മുടെ യോഗ്യത എന്താണെന്ന് വെച്ചാൽ ഹദീസിനെ സ്വീകരിക്കലാണ്. ഒരു ഹദീസായി കൊണ്ടു നടക്കലാണ്. ഹദീസ് നിഷേധികൾക്ക് മറുപടി പറയലാണ്. അത് നമ്മുടെ യോഗ്യത. അതായിരുന്നു നമ്മുടെ പ്രതാപം. ആ പ്രതാപത്തിൽ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ചില ആളുകൾക്ക് പുറത്തേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെയാണ് മടവൂരിസൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വഹീഹായ ഒരു ഹദീസ് വന്നാൽ, ഇപ്പൊ നേരത്തെ CN അഹമ്മദ് മൗലവി ഈ ബുഖാരിയിലെ തന്നെ 10ഓളം വരുന്ന ഹദീസുകളെ വിമർശിച്ചിട്ടുണ്ട്. അതിന് മറുപടി എഴുതി ആര്? അൽമനാർ എഴുതി. നിങ്ങൾ പറഞ്ഞതുപോലെ പല കിതാബുകളും പല ഗ്രന്ഥങ്ങളും വെച്ച് ബുഖാരിയിലെ ഹദീസുകളെ തന്നെ വിമർശിക്കുകയാണ് CN അഹമ്മദ് മൗലവി ചെയ്തത്. പക്ഷെ അന്ന് ഷെയ്ഖ് മുഹമ്മദ് മൗലവി വളരെ വ്യക്തമായി, എത്രയോ ഖണ്ഡശയായി പിന്നെ അൽമനാർ ലേഖനം എഴുതിയാണ് മറുപടിയായി. കാരണം ഹദീസ് നിഷേധിക്കുന്ന പ്രവണതയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ബുഖാരിയെ സംബന്ധിച്ച് CN അഹമ്മദ് മൗലവി വിമർശനം എഴുതി. ഏതാണ്ട് 10-11 ഹദീസുകളാണ് നിങ്ങളെപ്പോലെ CN അഹമ്മദ് മൗലവി ബുഖാരിയെ വിമർശിച്ചിട്ട് എഴുതിയത്. അതിന് ഷെയ്ഖ് മുഹമ്മദ് മൗലവി വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു കൊടുക്കുക ചെയ്തത്. അപ്പോൾ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാത്തത് അത് ദീനിലുള്ളതല്ല എന്ന് മനസ്സിലാക്കാതിരിക്കുക. കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനും ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും. വളരെ കൂളായ ചോദ്യമായിരുന്നു. ബുഖാരിയിലെ ഇബ്നു അബ്ബാസിന്റെ വഹമിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹദീസ് വന്നു. അപ്പോൾ ബുഖാരി ഹദീസ് കൊടുത്തത് ഇബ്നു അബ്ബാസിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ വാദത്തിന് വേണ്ടി സമ്മതിച്ചിട്ടാണ് ആദ്യം നിങ്ങളോട് ചോദിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും വമാ ഖലക വിട്ട് ഓതിയിട്ടുണ്ടോ? എന്ത് പറയാനാണ് ബുഖാരി അത് കൊടുത്തത്? അതും കൂടെ പറയണ്ടേ? അവിടെ വരുമ്പോൾ എന്തോ ഒന്നും മിണ്ടാതങ്ങ് പോകുന്നു, സ്കിപ്പ് ചെയ്ത് പോകുന്നെന്താ? ഇത് വഹമിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവിടെ നിർത്തുന്നു. ഓക്കെ, മറ്റേ ഹദീസോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓതി ഞാൻ കേട്ടു എന്ന് പറയുന്ന ഹദീസ് ഓതിയിട്ടുണ്ടാവുക, കേട്ടിട്ടുണ്ടാവുക എന്ന് വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. പിന്നെ ഹദീസിനെ സ്വീകരിക്കാത്തത് കൊണ്ടാണ് മടവൂരിസം ഉണ്ടായതെന്നൊക്കെ പറയുമ്പോൾ, ഹദീസൊന്നും മടവൂരിസം ഉണ്ടാകുമ്പോഴൊന്നും അങ്ങനെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. ഹദീസൊന്നും അന്ന് പറഞ്ഞു കേട്ടിട്ടില്ല, ഹദീസിന്റെ പ്രശ്നങ്ങളൊന്നും. പക്ഷെ ഹദീസ് സ്വീകരിച്ചത് കൊണ്ട്, പല ഹദീസുകളും സ്വീകരിച്ചത് കൊണ്ട് നിങ്ങളൊക്കെ പ്രസംഗിച്ചടക്കം നമ്മൾ കേട്ടിട്ടുണ്ട് പലതും ഇടക്കാലത്ത് മാറ്റിയ ഹംദുലില്ലാ, ഞാൻ ആവർത്തിക്കുന്നില്ല, എടുത്ത് പറയുന്നില്ല, തിരുത്തി നിർത്തി എന്നൊക്കെ പറയുന്ന പലതും പറയേണ്ടി വന്നത്. കേരളക്കരയിൽ മുജാഹിദുകളുടെ നാവുകൾ കൊണ്ട് പറഞ്ഞത്, കേരളക്കരയിൽ മുജാഹിദുകളായിരുന്ന ഈ പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ആളുകൾ ചികിത്സ തുടങ്ങിയത്, അവരടിക്കാനും ഇറക്കാനും കൊല്ലാനും തുടങ്ങിയത് ഒക്കെ ഹദീസ് സ്വീകരിച്ച് പോയതാണ്ടാണ്. അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ പറയുന്നു വഹ്മിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് ഉദ്ധരിച്ച ബുഖാരിയുടെ ഹദീസ്, അതവിടെ നിൽക്കട്ടെ. ബുഖാരി എന്തിനാണ് ഉദ്ധരിച്ചത്? ഇബ്നു അബ്ബാസിന് അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നൊന്ന് പറയാനാണ്. ആയിക്കോട്ടെ, അവിടെ നിർത്തിക്കൂടെ? നിർത്താം. അതിനെ നിർത്തുന്ന മൗഖൂഫ് എന്നുള്ള പദം തന്നെയാണ് ഉപയോഗിച്ചത്. അത് ചരിത്രപരമായിട്ട് തെറ്റാണ്. ഇബ്നു അബ്ബാസിന്റെ വഹ്മിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്, സത്യം മുസ്ലിം ഉദ്ധരിച്ച ഈ ഹദീസാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അദ്ദേഹത്തിന് ഇറങ്ങിയ ഖുർആനിൽ നിന്ന് വമാ ഖലക എന്നുള്ള പദം ഒഴിവാക്കി ഓതിയിട്ടുണ്ടാവും, സാധ്യതല്ല. ഇനി ആരെങ്കിലും ആദ്യം ഇറങ്ങുമ്പോൾ വദക്കറ വൽ ഉൻസ എന്നുള്ളായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉദ്ധരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഒഴിവാക്കി ഓതാൻ സാധ്യതയില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സ്വഹാബി കേൾക്കാനും സാധ്യതയില്ല. കേട്ട് വന്നു എന്ന് ബുഖാരിയിൽ വന്നെങ്കിൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്? ബുഖാരി ഒരു ബാബിന് പേര് കൊടുക്കുമ്പോൾ ഒരു പദം ഉപയോഗിച്ചത് തർക്കീബ് തെറ്റാണ്, നബി അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ഞാനും നിങ്ങളും അംഗീകരിക്കുന്ന സലഫുകൾ, ബുഖാരിക്ക് ശറഅ് എഴുതിയ ശാരിഹ്യങ്ങൾ പറയുമ്പോൾ അതിൽ തെറ്റുണ്ടോ ഇല്ലേ, തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ വളരെ നല്ല നിലയിൽ ഇപ്പോൾ നിങ്ങൾ നേരത്തെ നീട്ടി നിന്നത് സമാധാനപരമായിരുന്നു. ഒരു ഉത്തരത്തിലേക്കാണ് വന്നത്, നന്നായിട്ട്. അതേപോലെ സമയം പോയിക്കോട്ടെ, നിങ്ങൾ അതിനനുസരിച്ച് വിഷയങ്ങൾ ഇങ്ങനെ പറയും ഇൻഷാ അല്ലാഹ്. മാത്രമല്ല പ്രാർത്ഥനയോടുകൂടി നിർത്തുകയൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ട് തിരിച്ചും നമുക്കെല്ലാം പടച്ച ഹക്കായി കാണിച്ചു തരട്ടെ, ഹക്കിനെ ഹക്കായി കാണിച്ചു തരട്ടെ. മൗക്കൂഫാക്കേണ്ട മൗക്കൂഫാക്കാനും, ചരിത്രപരമായിട്ട് സാധനം തെറ്റാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇബ്നു അബ്ബാസിന്റെ വഹമിന്റെ അടിസ്ഥാനത്തിൽ ഉദ്ധരിച്ച ഹദീസാണ്, ചരിത്രപരമായിട്ട് തെറ്റാണെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ നമ്മൾ
എന്ത് പിടിക്കേണ്ട ആവശ്യമില്ല, ആ വിഷയത്തിൽ നമ്മൾ മസിൽ പിടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പരസ്പരം പ്രാർത്ഥിച്ച് ഇതേപോലെ പരസ്പരം ഉൾക്കൊണ്ട് തന്നെ സംവദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. അതായത് പിന്നെ സുഹൃത്ത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കൂടിപ്പോകില്ല, കുറഞ്ഞു പോകില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഹദീസിൻ്റെ അടിസ്ഥാനത്തിലല്ല ഒരാൾ പറഞ്ഞെങ്കിൽ അത് തിരുത്തേണ്ടി വരും, അതിൽ സംശയമൊന്നുമില്ല. മനസ്സിലായില്ലേ? ഹദീസ് സ്വീകരിച്ചുകൊണ്ട് ഒരാളും കൂട്ടി പറയൂല, കുറച്ച് പറയൂല, അതുള്ളതേ പറയുള്ളൂ. പിന്നെ ഇറക്കാൻ പോയത് നമ്മുടെ കൈപ്പങ്കരത്തൊക്കെ പോയി ചോദിച്ചാൽ മതി, ഹോമം നടത്തിയതൊക്കെ ആരാന്നുള്ളത്. അതുപോലെ തൃശ്ശൂർ ബാർ തുറന്നത് ആരാണ്, അതിന് പിന്നെ NOC നോട്ടീസ് കൊടുത്ത ആരാണ് എന്നൊക്കെ പോയി ചോദിച്ചാൽ മതി. അപ്പോൾ അതൊക്കെ വേറെ വിഷയമാണ്. അപ്പം ഞാൻ അതിലൊന്നും കടക്കല്ല. അപ്പോൾ ആ ജാതിക്കൊന്നും നിൽക്കണ്ട, അത് നമുക്ക് വേറെ ഇൻഷാല്ലാ ചർച്ച ചെയ്യാം. നിങ്ങളെന്താ എന്താ ചിരിക്കണേ? എന്താ അല്ല, ഇതിനിടയ്ക്ക് നിങ്ങൾ ഇടയ്ക്ക് കയറിയതുകൊണ്ട് ഈ ഇറക്കലും കയറ്റിലൊക്കെ കയറുന്നതുകൊണ്ടാണ്. അതാ ഈ കൈപ്പങ്കരത്തുനിന്ന് പോയി ചോദിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ NOC ബാർ NOC അത് വേറെ വിഷയമാണ്, അത് വേറെ വിഷയമാണ്. ഞാൻ അങ്ങോട്ട് വീഴല്ല. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പെറുക്കാൻ നിന്ന ഒരുപാടുണ്ട്. ഇല്ലാത്തതുകൊണ്ടല്ല, ഞാൻ പിന്നെ ഇതിനകത്ത് നിന്നിട്ട് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യണം എന്ന നിലക്കാണ് അങ്ങനെ സഹോദരങ്ങളെ ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഇദ്ദേഹം അവസാനം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, മാന്യ സഹോദരങ്ങളെ, ഇദ്ദേഹം അവസാനം പറഞ്ഞത് അത് ഒരു ഹദീസ്, ആ ഹദീസ് ഇന്നതാണെന്ന് കണ്ടിട്ട് അതങ്ങനെ നിർത്തിക്കളയേണ്ട ഹദീസ് ബുഖാരിയിലില്ല. 1. 2 മുസന്നദായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. 2 എന്ന് വെച്ചാൽ ഹദീസുകളെ നിരൂപണം ചെയ്യുമ്പോൾ സനദോടുകൂടി വന്ന റിപ്പോർട്ടുകളെയാണ് നമ്മൾ അസഹുൽ കുത്തുബി ബാദ കിതാബില്ല എന്ന നിലയിൽ സ്വീകരിക്കുന്നത്. ഞാൻ സമാധാനത്തെ പറഞ്ഞാലാണ് എൻ്റെ സഹോദരൻ മനസ്സിലാകുമെങ്കിൽ ഞാൻ സമാധാനത്തെ പറഞ്ഞുതരാം. ഇനി തഅലീഖാത്തുകൾ എന്നൂടെ സംഭവം ഉണ്ട് ബുഖാരിയിൽ. തഅലീഖാത്തുകൾ അത് സ്വീകാര്യമല്ല, അത് മറ്റ് ഹദീസുകൾ സനദുള്ള ഹദീസുകൾ പോലെ സ്വീകരിക്കുന്നതല്ല. തഅലീഖാത്തുകൾ എഴുതി വെച്ചു, അത് ഈ പുതിയ വാദമൊന്നുമല്ല. അതാണ് ഞാൻ ആദ്യം തന്നെ ഉദ്ധരണികൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചു, മുസന്നദായ സനദോടുകൂടി റിപ്പോർട്ട് ചെയ്ത ഹദീസുകളെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച വരിക. ഇപ്പൊ നമുക്കറിയാം പിന്നെ തഅലീഖാത്തുകൾ, ബുഖാരിയിൽ വന്ന തഅലീഖാത്തുകൾ, അത് തഅലീഖാത്തുകളായി തന്നെയാണ് മനസ്സിലാക്കുക, അത് വേറെയാണ് പണ്ഡിത ലോകം ചർച്ച ചെയ്യുക. ആ തഅലീഖാത്തിനെയും എടുത്ത് വിമർശിച്ചവരുണ്ട്, ഹദീസാണെന്ന് പറഞ്ഞ് വിമർശിച്ചവരുണ്ട്. അങ്ങനെ വിമർശിച്ചവർക്ക് പണ്ഡിതന്മാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുക. ബുഖാരിയിൽ നമ്മൾ സ്വീകരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സഹീഹായ സനദോട് വന്ന റിപ്പോർട്ടുകളാണ് നമ്മൾ സ്വീകരിക്കുക, തഅലീഖാത്തുകളല്ല. ആ തഅലീഖാത്തുകളിൽ അബദ്ധമുണ്ട്, മുർസലായതുണ്ട്, അതൊക്കെ വളരെ വേർതിരിച്ച് തന്നെ പഠിച്ചു വെക്കണം. ആ മുർസലായതുണ്ട് തഅലീഖാത്തുകളിൽ. ആ തഅലീഖാത്തുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. മുസ്ലിം ലോകത്ത് ആരും തന്നെ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അതിൻ്റെ ഹദീസുകൾ സനദോടുകൂടി മുസന്നദായ ഹദീസുകൾ, അതാണ് മുജാഹിദ് പ്രസ്ഥാനം പണ്ടേ എന്നും പറഞ്ഞത്. ആ ഹദീസുകളെ വിമർശിക്കാൻ പാടില്ല. കാരണം ആരെങ്കിലും അതിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി തന്നെ മറുപടി പറഞ്ഞിട്ടുമുണ്ട്, ഇസ്ലാമിക ലോകം മറുപടി പറഞ്ഞിട്ടുമുണ്ട്. ആ മറുപടി പറഞ്ഞത് വളരെ വ്യക്തമായി കേട്ടോ, ഇത് വളരെ വ്യക്തമായി തന്നെ കണ്ടു. എന്നാൽ ഇമാം അബുൽ ഹസൻ അലി ഇബ്നു ഉമർ ഇബ്നു ദാറുഖുത്നി, ഇമാമുൻ നസായി എന്നിവരെ പോലെയുള്ള ചില ഹദീസ് പണ്ഡിതന്മാർ ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും സഹീഹൈനിയിലെ ചില റിപ്പോർട്ടുമാരെ സംബന്ധിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ആ ആക്ഷേപങ്ങളൊന്നും തന്നെ പ്രസ്തുത റിപ്പോർട്ടിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ സിഹത്തിനെ ബാധിക്കുന്നതല്ല. നിങ്ങളിത് പറയുമ്പോൾ ഉത്തരം പറഞ്ഞില്ല എന്ന് പറയും. അതായത് മുജാഹിദ് പ്രസ്ഥാന വിഷയത്തിൽ വ്യക്തമായ നിലപാട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കേട്ടോളൂ, ഇമാം മുസ്ലിമിന്റെ അല്ലെങ്കിൽ ബുഖാരിയുടെ ഹദീസ് അവരുദ്ധരിച്ച സഹീഹിൽ വന്ന റിപ്പോർട്ടുകളെ കുറിച്ച് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്കറിയാത്ത കാര്യമില്ല, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രസ്തുത ആക്ഷേപങ്ങളൊന്നും തന്നെ പ്രസ്തുത റിപ്പോർട്ടർമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളുടെ സിഹത്തിനെ, സ്വീകാര്യതയെ ഒരിക്കലും ബാധിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ ഒരു സിഹത്തിനെ ചോദ്യം ചെയ്താലും അതിന്റെ സിഹത്തിനെ ബാധിക്കുന്നില്ല. അതിന് വ്യക്തമായ മറുപടി ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഒരു ഹദീസിന്റെ റിപ്പോർട്ട് എടുത്തിട്ട് ആ റിപ്പോർട്ടർ നിങ്ങൾ ചോദ്യം ചെയ്താലും പക്ഷെ അതിന്റെ സിഹത്തിനെ ബാധിക്കുകയില്ല. ഇതാണ് സലഫി പണ്ഡിതന്മാർ. നിങ്ങൾ ഉദ്ധരിച്ച 10 അല്ല 15 അല്ല 100 ഹദീസ് നിങ്ങൾ ബുഖാരിയിൽ നിന്ന് എടുത്തുദ്ധരിച്ചാലും അതിന്റെ റിപ്പോർട്ടുകളെ കുറിച്ച് നിങ്ങൾ പരാതി പറഞ്ഞാലും അതിന്റെ സിഹത്തിനെ അത് ബാധിക്കില്ല. ആ സിഹത്ത് അങ്ങനെ തന്നെ ഉണ്ടാവും. അത് ഏതായിരുന്നാലും, ഏത് ഈ മുഹരിമാണെങ്കിലും അതല്ല ഇനി വേറെ ഏതെങ്കിലും ഒരു ഹദീസാണെങ്കിലും, ആ ഏത് ഹദീസാണെങ്കിലും അതിനെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഒരിക്കലും
എന്തല്ല ഈ രൂപത്തിലാണ്, ഈ താലീഖല്ലാത്ത രൂപത്തിൽ വന്നതാണ്, സനദോടുകൂടി വന്നതാണെങ്കിൽ അത് സ്വീകരിക്കും. ഇതാണ് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ സംഗതികൾ വളരെ വ്യക്തമായി നമ്മൾ വിശദീകരിച്ചു. പിന്നെ ഞാൻ കേട്ടിട്ടില്ല എന്നാണ് ആ സഹാബി, നബി ഓതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല, ആ സഹാബി കേട്ടിട്ടില്ല, വന്നവർ കേട്ടു, അതുകൊണ്ട് അവരങ്ങനെ ഉദ്ദേശിച്ചത് എന്ത്, ഞാൻ അത് നേരത്തെ പറഞ്ഞത് പിന്നെയും അദ്ദേഹം ഞാൻ പറഞ്ഞത് അന്നേരം പറഞ്ഞത് പിന്നെയും ആവർത്തിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് വീതം സമാപിക്കാനോ അല്ലെങ്കിൽ അതിന് കുറച്ച് സമയമാണെങ്കിലോ നിങ്ങൾ ക്ലിയർ ചെയ്തോ, നമുക്കും ക്ലിയർ ചെയ്യാം. അത് അവസാനിപ്പിച്ചത്. അസ്സലാമു അലൈക്കും. ഒന്ന് ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ തഅലീഖാത്ത് മുസന്നദാത്തൊക്കെ സംഗതി നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞതിലൊന്ന് ചെറിയ കുറിപ്പാത്തും കൊണ്ട് വന്നതാന്ന് പറഞ്ഞു. സംഗതി കുറിപ്പാത്തൊരു സംഭവമാണ്. മുഅല്ലക്ക് എനിക്ക് തഅലീഖാത്തൊക്കെ അറിയും. മുഅല്ലക്കായ ഹദീസുകൾ ബുഖാരിയിൽ മാത്രം 1341 ഉണ്ട്. മുഅല്ലക്ക് 1341 ഫിൽ ബുഖാരി. മുസ്ലിമിലാണെങ്കിൽ 12 അതിൻ്റെ ഹുക്കം എന്താ ഇപ്പം നിങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ തദ്രീബ് റാബി സുയൂത്തി എണ്ണുന്നതാണ് പറയുന്നത്. ബുഖാരി മാത്രം 430 റിജാലുകൾ. ഇൻഫറദൽ ബുഖാരി ദൂന മുസ്ലിം, മുസ്ലിം ഒന്നും ഉദ്ധരിക്കാതെ ബുഖാരി മാത്രം വന്ന റിജാലുകൾ 430 തന്നെ ഉണ്ട്. എന്നെ ചോദിച്ചിരുന്നു, നമ്മൾ അവസാനം നിർത്തി പോകുന്നു വിചാരിക്കണ്ട. അൽ മുതകല്ലമു ബിഹിം ബിൽ ളുഅഫ്, ഇതിൽ ളുഅഫ് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകൾ 80 തന്നെ ഉണ്ട്. തദ്രീബ് റാവിൽ സുയൂത്തി പറയുന്നു. ഓക്കെ, മുസ്ലിം ആണെങ്കിൽ 620 ആളുകൾ, 620 ആളുകൾ. അതിൽ 160 ആളുകളെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. 160 ആളുകൾ അധികം. അതിൽ 210 ആളുകളെ കുറിച്ച് സംസാരമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇല്ലാതെ പഠിക്കാതെ ഒന്നും വന്നു എന്നൊന്നും നിങ്ങൾ പറയരുത്. നമുക്ക് പറ്റുന്ന വിധത്തിൽ നോക്കിയും പഠിച്ചും വന്നത് തന്നെയാണ്. പിന്നെ അവസാനം ഒരു ഹദീസ് പറഞ്ഞപ്പോൾ ഒന്നും അങ്ങോട്ട് വെറുതെ അദ്ദേഹം കേട്ടില്ല എന്നല്ല, ഞാൻ അഷ്ഹദു, ഞാൻ അങ്ങനെ കേട്ടു, നബി ഇങ്ങനെ ഓതുന്നതാണ് ഞാൻ കേട്ടത്, അങ്ങനെയാണ് ഞാൻ ഓതുന്നത് എന്നാ പറഞ്ഞത്. ഒന്ന്, അങ്ങനെ കേട്ടു എന്നാ പറഞ്ഞത്. 2, ഹദീസിനെ സ്വീകരിച്ചത് കൊണ്ട്, അതെ നമ്മളെ വായിച്ചു കൊടുത്തു, അഷ്ഹദു അന്നി സമിഅ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖറഉ ഹകദാ എന്നാണ്. അല്ല കേട്ടില്ല എന്നല്ല, അവസാനം പറയുമ്പോൾ തിരിച്ചു പറഞ്ഞു പോകരുത്, ഇങ്ങനെയാണുള്ളത്. പിന്നെ സംഘടനയിലുള്ള അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ പല നെറികേടും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല. പലതും എന്തൊക്കെ തുടങ്ങി, ബാറ് തുടങ്ങി, ആരാ ബാറ് തുടങ്ങി, എന്താ തുടങ്ങിയതൊന്നും അറിയില്ല. ഏതായാലും അടിച്ചിറക്കാൻ തുടങ്ങിയതും ചികിത്സിക്കാൻ തുടങ്ങിയതും ഹദീസുകൾ മുൻകാലത്തുണ്ടായിരുന്ന മുജാഹിദ് പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മൗക്കൂഫാക്കിയ സ്വീകരിക്കാൻ ഹദീസ് സ്വീകരിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. ബാക്കിയുള്ള വിഷയങ്ങൾ നമ്മൾ പറയുന്നില്ല. ആളുകൾ അടിച്ചിറക്കാൻ തുടങ്ങിയ പുളിക്കലും ചെറുവാടിയൊക്കെ അടിച്ചിറക്കാൻ തുടങ്ങിയത്, ഇതൊക്കെ അഖീദയുടെ ഭാഗമായി മാറിയത് ഹദീസുകൾ സ്വീകരിച്ചത് കൊണ്ടാണ്. അവസാനത്തെ 10 മിനിറ്റിൽ ഒരു വാക്കുപോലും എൻ്റെ അടുത്തുനിന്ന് നിങ്ങൾ എങ്ങനെ അവസാനിപ്പിച്ചാലും എൻ്റെ അടുത്ത് നിന്ന് വേദനിപ്പിക്കുന്നതോ അല്ലെ ഇത്ര നേരം സഹകരിച്ച് നമ്മൾ കേട്ടിരുന്നതിൻ്റെ പേരിൽ ഇനി അവസാനത്തെ ഒരു സെക്കൻഡിൽ എന്തെങ്കിലും പറയാൻ പാടില്ലല്ലോ എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് അവസാനത്തിലെ ഹദീസ് ഞാൻ പറഞ്ഞതുപോലെ അല്ലാതെ ഉദ്ധരിച്ചപ്പോൾ അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞതിന് മറുപടി പറഞ്ഞതെല്ലാം വ്യക്തമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ആത്മസംതൃപ്തി വേണമല്ലോ. ഇയാൾ ഹദീസുകൾ ഇങ്ങനെ ഉദ്ധരിച്ച സമയത്ത് ഹദീസുകളിൽ ബുഖാരിയുടെ ഹദീസിൽ എന്തെല്ലാം ഐറ്റങ്ങൾ പറഞ്ഞിരുന്നു. ഞാൻ ആദ്യം വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് ബുഖാരിയുടെ ഹദീസിൽ വന്ന യുആരിലുൽ ഖുർആൻ, ഖുർആന് മുആറളത്തായിട്ട് വന്ന, മുബ്ഹം വന്ന, യുആരിലുൽ ഹദീസ, ഹദീസുകൾ പരസ്പരം വന്ന, വഹ്മ് വന്ന, മുദ്റജ് വന്ന, ലഈഫ് വന്ന, അബൂ ജാഫർ അൽ അഖീലി ഇതുവരെ തൊട്ടിട്ടേയില്ല, അങ്ങനെ ഒരാളെ പറഞ്ഞില്ല അദ്ദേഹത്തെക്കുറിച്ച്. അങ്ങനെ ഒരാളെ പറയരുത് നിങ്ങളിങ്ങനെ ഇടയ്ക്ക് പറയാനല്ലാതെ, അവരൊന്നും എണ്ണണ്ടെന്ന് പറയാനല്ലാതെ ഇദ്ദേഹത്തെക്കുറിച്ച്. കാരണം ഇദ്ദേഹത്തിനെ എടുക്കാൻ കാരണം ജസ്സാസിന് വേറെ നിങ്ങൾ എറിഞ്ഞതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇൻകാർ, ഷഖ്സ് എന്ന് പറഞ്ഞത് മുൻകറാണ് എന്ന് പറഞ്ഞത്, ഹുറുലീൻ വുളു എടുക്കുന്ന സമയത്ത് കണ്ടു എന്ന് പറഞ്ഞത് തസ്ഹീഫ്, അത് മുസഹഫാണ് എന്ന് പറഞ്ഞത്, മുഖഹമത്തായ കൃതത്തിൻ്റെ ഒരു കാര്യം നമ്മൾ പറഞ്ഞുപോയി. ഈ പറഞ്ഞ ഹദീസുകളെല്ലാം പറഞ്ഞതിന് മറുപടി നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞെങ്കിൽ എന്ന് നിങ്ങൾക്ക് ആത്മസംതൃപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം.
അള്ളാഹു നമുക്ക് സത്യം സത്യമായി